സ്വന്തം പിതാവിന്റെ അനിയൻ തന്നെ ഒരു 4 വയസ്സുകാരി കുട്ടിയെ പീഡിപ്പിക്കുന്ന കഥ നേരിട്ട് കേൾക്കേണ്ടി വരുന്ന ഒരു മൈഗ്രെയിൻ ഡോക്ടറുടെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? മൈഗ്രെയിൻ തലവേദനയായിട്ട് വരുന്ന ഒരുപാട് രോഗികളോട് വളരെ അടുത്ത് ഇടപെടുകയും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസും മറ്റും സംസാരിച്ച് പുറത്തു കൊണ്ടുവരികയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരെയധികം ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാലക്കാടുള്ള ആശുപത്രിയിൽ വന്ന് നേരിട്ട് ചികിത്സ എടുത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. സ്കൂളിലും മറ്റും പഠിക്കുവാനും സ്റ്റേജ് പ്രോഗ്രാമുകളിലെല്ലാം വളരെ മിടുക്കിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന അവൾ യാതൊരു താല്പര്യവുമില്ലാതെ ഇപ്പോൾ പഠനത്തിൽ പിന്നോക്കമാവുകയും യാതൊരു താല്പര്യമില്ലാതെ ഒരു കോഴ്സിന് കൊണ്ട് ചേരുകയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കോഴ്സ് എനിക്ക് വേണ്ട എന്നും ഈ കോഴ്സ് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും ഉറക്കത്തിനും ഭക്ഷണശീലങ്ങൾക്കും മറ്റ് ജീവിതത്തിലെ പല കാര്യങ്ങളും താളം തെറ്റി നടക്കുകയും ചെയ്ത് തലവേദന വിട്ടുമാറാതെ നടന്ന് പല ഡോക്ടർമാരെയും കണ്ടതിന് ശേഷമാണ് ഇവിടെ എന്റെ ആശുപത്രിയിലേക്ക് വരുന്നത്. OPയിൽ കൺസൾട്ടേഷൻ തുടങ്ങിയതോടൊപ്പം തന്നെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും പറയാതെ ഒരു വേക്കന്റ് ലുക്ക് മാത്രം കൊടുത്തുകൊണ്ട് യാതൊരു ഉത്തരങ്ങളും ക്ലാരിറ്റിയോടുകൂടെ പറയാതെ മുക്കിയും മൂളിയും മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കാനിടയായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ കുട്ടിയോട് തനിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും മാതാപിതാക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുകയും ആ കുട്ടിയോട് അല്പസമയം തനിയെ സംസാരിക്കാനായിട്ടും ഇടയായത്. അന്ന് ആ കുട്ടി വെളിപ്പെടുത്തിയത് വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കുട്ടിയുടെ പിതാവിന്റെ അനിയൻ ആ കുട്ടിയെ ഏകദേശം 4-5 വയസ്സ് പ്രായമുള്ളപ്പോൾ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയും അതിന്റെ ട്രോമ ആ കുട്ടി ഇത്രയും വർഷം മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ മാതാപിതാക്കളോട് പോലും എന്തിന് കുടുംബത്തിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ആരോട് പോലും പറയാത്ത ആ ഒരു രഹസ്യം ഞങ്ങളോട് പറയുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. ഇത്തരത്തിൽ വിങ്ങലുകളും ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് മൈഗ്രെയിൻ എന്നും മറ്റു തലവേദനകളും മറ്റും പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും അവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ അതല്ലെങ്കിൽ ഉറക്കുകുളികളും മറ്റും കൊടുത്ത് മയക്കി കിടത്തുന്ന അവസ്ഥയിലേക്കാണ് സാധാരണ കൊണ്ടുവന്നെത്തിക്കാറ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സൈക്കാട്രിക് ചികിത്സകളോ സൈക്കാട്രിക് മരുന്നുകളോ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലത്തെ മാനസിക രോഗത്തിനുള്ള മരുന്നുകളോ അല്ല ആവശ്യമെന്ന് മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും കൊടുക്കുകയാണ് മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞിനെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മൾ വളർത്തിയെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ആ കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാത്തതായിട്ട് ഉണ്ടായേക്കാം എന്നുള്ളത് തന്നെയാണ്. ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നീര് പൗഞ്ഞ് നടക്കേണ്ട ഒരു വിഷയമല്ല. അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട ആവശ്യമായിട്ട് സപ്പോർട്ടും ഹെൽത്തും ആവശ്യമെങ്കിൽ മരുന്നുകളും തരുവാനായിട്ട് ഞാൻ തയ്യാറാണ്. കമന്റുകളിലൂടെ ഇതിന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് പേഴ്സണലായിട്ട് DM അയക്കാവുന്നതാണ്.